Hello everyone, welcome to yet another episode of Goa Memories. So today I'm exploring a beach in South Goa that literally no one talks about it. It's called Kanagini Beach. It's super peaceful, barely crowded, no shacks, no noise, just the nature. So look at the cliff, super Instagrammable, and the best time to visit the morning or sunset. The water looks unreal, literally glass, clear, calm, and you can see the sand and the rocks. No filter, no edit, just the sound of the waves. I came with my husband family. You can do picnics over here, so please carry your water or snacks because no shacks are here. And great for couple, solo traveler, or a peace seeker. And the best time to come here early morning or sunset. And so after we having a good time, we are deciding like when we should visit next time for a picnic full day. So after discussion we just like roam here and there. And this is the new Kerala Demi kayaking, like a Kola beach. ഇന്ന് നമ്മൾ ചുമ്മാ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എനിക്കറിയത്തില്ല എത്ര ഞാൻ ഓഡിബിൾ ആണെന്ന്, പക്ഷേ ഇവിടെ ഇപ്പം പുതിയതായിട്ട് കയാക്കിങ്ങിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അവിടെ പോയിട്ട് വിസിറ്റ്, ഒത്തിരി ടൂറിസ്റ്റൊക്കെ വരുന്ന സ്ഥലമാണിപ്പം. സോ നമ്മൾ എപ്പോഴും വരാനുള്ളൊരു പ്ലേസാണ്, പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഇടയ്ക്കാന്ന് തോന്നുന്നു ഈ കയാക്കിൻ്റെ സംഭവം വന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടമാണ് കയാക്കിങ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി 2-3 ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഈ വാട്ടറിൽ ചെയ്യാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ല. ബിക്കോസ് ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഓൾമോസ്റ്റ് മുട്ടിൻ്റെ അവിടം വരെയൊക്കെ ഉള്ളെന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ ഗോവയിൽ തന്നെ 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം സിംഗിൾ റൈഡും പോയിട്ട്, ഒന്ന് ഡബിൾ റൈഡും ഞാൻ പോയിട്ടുണ്ട്. പിന്നെ തായ്ലാൻഡിൽ വെച്ചിട്ട് ഞാൻ ഒരിക്കൽ ബോട്ട് കയാക്കിങ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് എന്നുവെച്ചാൽ ഞാൻ അത്രയ്ക്കൊരു കയാക്കിങ് മൂഡിലും അല്ല. ബിക്കോസ് ഒരു റീസൺ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു വേണ്ടാന്ന് വിചാരിച്ചു. സോ നെക്സ്റ്റ് ടൈം ഞാൻ എന്തായാലും വരുമ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി ഐ വുഡ് ഹാവ് ട്രൈയിങ് ഇറ്റ്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. കണ്ടാൽ തന്നെ അറിയാം ഒരു അത്ര ഡീപ്പില്ല വെള്ളത്തിന്, പക്ഷേ ദ സീനറി ഈസ് ഭയങ്കര വെരി ബ്യൂട്ടിഫുൾ. എനിക്കറിയത്തില്ലായിരുന്നു ഇവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തത് ഇവിടെ ബീച്ച് വരാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല. ബിക്കോസ് ബ്ലാക്കാണ്, സൺബണ്ണിന് ചാൻസും ഉണ്ട്, പക്ഷെ അത്രയ്ക്കും സൺ ഇല്ല പ്രത്യേകിച്ച് വെരി. അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡും ഫാമിലിയും അവരൊക്കെ അവിടെ ചില്ല് ചെയ്യുവാണ്. ദൂരെ എന്തോ ചെയ്യുക, പറക്കും എന്തോ സംതിങ്. ഇതാണ് എൻ്റെ പുറത്തെ സീൻ. എപ്പോഴും കൊങ്കിണിയിലാണ് ഞാൻ വ്ളോഗ് ചെയ്യുന്നത്. അപ്പം ഇതെൻ്റെ ഒരു മലയാളി വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ എന്തായാലും ഡെഫിനറ്റ്ലി നിങ്ങൾ ഗോവ വരുമ്പോൾ ഈ ബീച്ച് വിസിറ്റ് ചെയ്യണം. ബിക്കോസ് ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് നല്ലൊരു ബീച്ചാണ്. സോ ഞാനും എൻ്റെ ഹസ്ബൻഡ് ഫാമിലി കൂടെയാണ് വന്നിരിക്കുന്നത്. ബിക്കോസ് അവരവിടെ ഉണ്ട്. പക്ഷേ ഞാൻ കുളിക്കുന്നില്ല. നെക്സ്റ്റ് ടൈം എന്തായാലും ഞാൻ വന്ന് ഡെഫിനറ്റ്ലി ഞാൻ കുളിക്കും.
വൈൻഡ് അപ്പ്. സോ നൗ പോവാ, ഞങ്ങൾ ഇറങ്ങുക ഇവിടുന്ന്. കുറേ കാണുന്നു. എന്തായാലും ഡെഫിനറ്റ്ലി ഞങ്ങൾ മൺഡേ ഇല്ലെങ്കിൽ ട്യൂസ്ഡേ ഞങ്ങൾ പിക്നിക്കിന് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു ഫുൾ വീഡിയോ കാണാം. ഇത് ജസ്റ്റ് ഒരു വീഡിയോ മാത്രം. Alright guys, that's it from Kanagining Beach. Seriously, one of the most peaceful and untouched spots. No crowds, no noise, just the pure vibes. Let me know in the comment section if you have visited this place. If you are enjoying this video, don't forget to like, comment and subscribe to my channel for more such videos. Till then, bye, take care.